ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകി ലോകം. ആഗോള റോമൻ കത്തോലിക്ക സഭയുടെ തലവന് റോമിലെ സാന്താ മരിയ മജോറയിൽ അന്ത്യനിദ്ര. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെ വിവിധ ലോക നേതാക്കൾ വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിപുലമായ ആചാരാനുഷ്ഠാനങ്ങളോടെയായിരുന്നു ചടങ്ങുകൾ. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ജോർജ് കുര്യൻ തുടങ്ങിയവരും കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുത്തു. രാഷ്ട്രനിർമ്മാണത്തിലും വികസനത്തിലും യുവാക്കൾക്ക് വലിയ പങ്കാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാമത് ദേശീയതല റോസ്ഗർ മേളയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 51,000 പേർക്കാണ് ഇന്ന് നിയമനപത്രം വിതരണം ചെയ്തത്. രാഷ്ട്രനിർമ്മാണത്തിനായി പ്രവർത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമായി സർക്കാർ ജോലിയെ യുവാക്കൾ കാണണമെന്ന് കേന്ദ്ര സഹമന്ത്രി കമലേഷ് പാസ്വാൻ. തിരുവനന്തപുരത്ത് ആദായനികുതി വകുപ്പ് സംഘടിപ്പിച്ച 15ാമത് റോസ്ഗർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കായി 170ഓളം ഉദ്യോഗാർത്ഥികൾക്കാണ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ നിയമന ഉത്തരവുകൾ നൽകിയത്. സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾ രാജ്യത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും അർത്ഥവത്തായ സംഭാവന നൽകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആദായനികുതി വകുപ്പ് കൊച്ചിയിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ 169 പേർക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യസുരക്ഷ കണക്കിലെടുത്ത് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, സുരക്ഷാ സേനയുടെ നീക്കങ്ങൾ തുടങ്ങിയവയുടെ തത്സമയ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും സമൂഹമാധ്യമ ഉപയോക്താക്കളും വിട്ടുനിൽക്കണമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന വിവരങ്ങൾ മുൻകൂട്ടി വെളിപ്പെടുത്തുന്നത് എതിരാളികളെ സഹായിക്കുമെന്നും സൈനികരുടെ സുരക്ഷയ്ക്ക് ഇത് പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇടയുണ്ടെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പ്രതിരോധ സുരക്ഷാ പ്രവർത്തനം അവസാനിക്കുന്നതുവരെ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദാംശങ്ങളിലേക്ക് റിപ്പോർട്ടിംഗ് പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. വ്യോമപാത നിയന്ത്രണങ്ങളുടെ സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾക്ക് സഹായകരമായ നടപടികൾ സ്വീകരിക്കാൻ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. വ്യോമപാതയിലെ മാറ്റങ്ങൾ, യാത്രാസമയം, യാത്രയ്ക്കിടെയുള്ള സാങ്കേതിക തടസ്സങ്ങൾ എന്നിവ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിപ്പ് നൽകണം. യാത്രയിൽ ആവശ്യമായ ശുദ്ധജലവും ഭക്ഷണവും വൈദ്യസേവനങ്ങളും ഒരുക്കാനും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 121ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്തുള്ള ബോധവൽക്കരണവും കർശന നടപടികളും അടങ്ങുന്ന സമഗ്ര പദ്ധതിയിലൂടെ മാത്രമേ ലഹരി എന്ന മാരക വിപത്തിനെ ചെറുക്കാനാകൂ എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലഹരി വിപത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന ബ്രേക്കിംഗ് ദി ക്യാമ്പയിനിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ സാധാരണക്കാരെ സഹായിക്കാനുള്ള അവസരമാണ് സിവിൽ സർവീസിലൂടെ ലഭിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു മന്ത്രി. ഉദ്യോഗസ്ഥർ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാകണമെന്നും മന്ത്രി പറഞ്ഞു. വിജ്ഞാന കേരളത്തിലൂടെ കേരളത്തിന്റെ വികസന മാതൃകകളിൽ പുതിയൊരധ്യായത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ. വിജ്ഞാന കേരളം തൊഴിൽ പൂരത്തിന്റെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. ക്ഷീരകർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മൃഗസംരക്ഷണ വകുപ്പും ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷനും സംയുക്തമായി ആചരിക്കുന്ന ലോക വെറ്റിനറി ദിനാഘോഷങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സൈബർ സംവിധാനം വഴി മൃഗചികിത്സ ഏകോപിപ്പിക്കുന്ന ഈ സമൃദ്ധ പദ്ധതിയിലൂടെ കേരളത്തിലെ എല്ലാ മൃഗാശുപത്രികളും ആധുനികവത്കരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 177 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 184 പേരെ അറസ്റ്റ് ചെയ്തു. 2364 പേരെയാണ് ഇന്നലെ പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ആകാശവാണിയിൽ രാവിലെ 6:45-നും വൈകുന്നേരം 6:30-നും പ്രക്ഷേപണം ചെയ്യുന്ന മലയാളം പ്രാദേശിക വാർത്തകൾ നാളെ മുതൽ വിവിധ് ഭാരതി അനന്തപുരി FM-ലും ഇതേ സമയം ലഭ്യമാകും. തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.